ഒരു സർക്കാർ ജോലി നിങ്ങളുടെ ജീവിതത്തിൽ എത്രമാത്രം മാറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥയും ഒരു സർക്കാർ ജോലി കിട്ടിയതിന് ശേഷമുള്ള അവസ്ഥയും ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ. ഇപ്പം നിങ്ങൾക്കൊരു പക്ഷേ ഒരുപാട് സങ്കടങ്ങൾ പറയാനുണ്ടാവും. അതായത് നിങ്ങൾ പലപ്പോഴും പല തീരുമാനങ്ങൾ വീട്ടിലെടുക്കുമ്പോൾ ആ തീരുമാനങ്ങൾക്കിടയിൽ കയറി അഭിപ്രായം പറയാൻ പോയിട്ടുണ്ടാവും. ആ സമയത്ത് ആ അഭിപ്രായങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത അവസ്ഥ പലപ്പോഴും ഉണ്ടായിട്ടില്ലേ? ആ സമയത്ത് നിങ്ങൾക്ക് എത്രത്തോളം സങ്കടം തോന്നിക്കാണും. എന്തുകൊണ്ടായിരിക്കാം എൻ്റെ വാക്കിനൊരു വില തരാത്തത്? ഞാൻ പറയുന്നത് എന്തുകൊണ്ടായിരിക്കാം അവർ കേൾക്കാത്തത്? ഒന്ന് ആലോചിച്ച് നോക്കണം. നിങ്ങൾക്കൊരു ജോലി കിട്ടി, ഒരു സർക്കാർ ജോലി കിട്ടി. ആ സർക്കാർ ജോലിയിൽ നിന്ന് നിങ്ങൾ മാസാമാസം വാങ്ങുന്ന ശമ്പളത്തിൽ നിന്നൊരു പണം എടുത്ത് നിങ്ങളുടെ അപ്പൻ്റെയും അമ്മയിൽ കയ്യിൽ നിങ്ങൾ കൊടുക്കുന്നുണ്ട്. ആ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ, അത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നിങ്ങളുടെ കയ്യിൽ നിന്നുള്ള പണത്തിൽ വാങ്ങുന്നുണ്ട്. അതിനുശേഷം ഇതേപോലൊരു തീരുമാനം എടുക്കേണ്ട സമയത്ത് ആദ്യം അവർ ഒന്ന് ചോദിക്കാൻ പോകുന്നത് നിങ്ങളോടായിരിക്കില്ലേ? യെസ്, നിങ്ങളുടെ അഭിപ്രായം കേട്ടതിന് ശേഷം മാത്രമേ നിങ്ങളുടെ മാതാപിതാക്കൾ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയുള്ളൂ. മക്കളെ, അതാണ് ഒരു സർക്കാർ ജോലി വെച്ച് നിൽക്കുന്ന പവർ. അത് മാത്രവുമല്ല, നിങ്ങൾ സമൂഹത്തിലോട്ട് ഇറങ്ങി നോക്കിയേ. ഇപ്പം എത്ര പേര് നിങ്ങളെ പുച്ഛിക്കുന്നുണ്ടായിരിക്കും. എടാ, നിനക്ക് വേറെ എന്തെങ്കിലും പണിക്ക് പൊക്കൂടെ? നിന്നെയും കൊണ്ട് ഇതിനൊക്കെ പറ്റുമോ? സർക്കാർ ജോലി ചിലർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള പണിയാണ്, അതിന് നിന്നെയും കൊണ്ട് പറ്റുന്നതല്ല. നിനക്ക് വേറെ പ്രൈവറ്റ് മേഖലയിൽ പോയി ജോലി ചെയ്തുകൂടെ? വീട്ടുകാരുടെ കാശ് കളയാനായിട്ട് എന്തിനാണ് ഇങ്ങനെ നടക്കുന്നത്? എത്രയോ പേര് നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. ആ നാണക്കേട് കാരണം ഒരു കല്യാണത്തിന് പോലും, എന്തിനേറെ പറയുന്നു, ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് പോലും പോകാതായിട്ട് എത്ര നാളായി? മക്കളെ, ഒരു സർക്കാർ ജോലി കിട്ടിയതിന് ശേഷം നിങ്ങളൊന്ന് കണ്ടേ. ആദ്യം നിങ്ങളെ ആയിരിക്കില്ലേ അവർ ആ കല്യാണത്തിന് ക്ഷണിക്കാൻ പോകുന്നത്. ആ കല്യാണത്തിന് ചെന്ന് കഴിയുമ്പോൾ എത്രയോ ആളുകൾ നിങ്ങളുടെ ചുറ്റും കൂടും. എത്രയോ പേര് നിങ്ങളോട് സ്നേഹാന്വേഷണങ്ങൾ ചോദിക്കാനായിട്ട് വരും. നിങ്ങൾ ആരുടെയും അടുക്കിലേക്ക് പോകേണ്ടി വരില്ല. അവരെല്ലാം നിങ്ങളിലേക്ക് തന്നെ ആകൃഷ്ടരാകും. ഒരൊറ്റ സർക്കാർ ജോലി തരുന്ന ആ പവർ നിങ്ങളൊന്ന് കണ്ടോ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് പണമുള്ളവനെ വിലയുള്ളൂ എന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. പക്ഷേ ഈ പണം എപ്പോഴാണ് വാല്യൂ ആയിട്ട് മാറുന്നത്? നിങ്ങൾ ഇപ്പം പ്രൈവറ്റ് ജോലിക്ക് പോകുന്നവർക്കും ആ ഒരു വാല്യൂ കിട്ടില്ലേ എന്ന് നിങ്ങൾ ചോദിക്കും. പക്ഷേ ഒരു പ്രൈവറ്റ് ജോലിക്കാരനും ഒരു ഗവൺമെൻറ് സർവീസുകാരനും കൂടി ഒരു കല്യാണത്തിന് പോകണമെന്ന് വിചാരിച്ചു. ആദ്യം ആർക്കായിരിക്കും അവിടെ വാല്യൂ കൊടുക്കുന്നത്? ഈ ഗവൺമെൻറ് സർവീസിലുള്ള ആൾക്കായിരിക്കുമോ അതോ ആ പ്രൈവറ്റ് ജോലിക്കായിരിക്കുമോ? തീർച്ചയായും മക്കളെ, അത് ആ ഗവൺമെൻറ് സർവീസിലുള്ള ആൾക്ക് തന്നെയായിരിക്കും. ഇനിയും എത്ര നാളായി നിങ്ങൾക്കൊരു വിവാഹാലോചന, നല്ലൊരു വിവാഹാലോചന വന്നിട്ട് നിങ്ങൾ ആലോചിച്ചിട്ടില്ല? എന്തുകൊണ്ടായിരിക്കാം 30 വയസ്സ് കഴിഞ്ഞ്, 31 വയസ്സ് കഴിഞ്ഞ്, 32 വയസ്സ് കഴിഞ്ഞിട്ടും ഒരു നല്ല വിവാഹം കഴിക്കാൻ പറ്റാതെ പോകുന്ന എത്രയോ പേരുണ്ട്. ഒരു നല്ല ജോലി ഇല്ലാത്തത് കാരണം, ഒരു നല്ല സർക്കാർ ജോലി ഇല്ലാത്തത് കാരണം. ഇപ്പോഴത്തെ ഡിമാൻഡ് അങ്ങനെയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മക്കളെ, നല്ലൊരു ഭാവിക്ക് വേണ്ടി, നിങ്ങൾക്ക് നല്ലൊരു കുടുംബജീവിതം കെട്ടിപ്പടുത്താൻ വേണ്ടി നിങ്ങൾക്ക് ഒരു നല്ല സർക്കാർ ജോലി ഉണ്ടെങ്കിൽ പിന്നെ ഇതൊക്കെ ഇങ്ങനെ വന്ന് നിങ്ങളുടെ വീടിന് മുന്നിൽ ക്യൂ നിൽക്കും. ആളുകൾ വന്ന് വീടിന് മുന്നിൽ ക്യൂ നിൽക്കും. അവരുടെ മക്കളെ നിങ്ങൾക്ക് കെട്ടിച്ചു തരാൻ യാതൊരു ബുദ്ധിമുട്ടും അവിടെ കാണില്ല. ഇനിയും നിങ്ങളുടെ വീട്ടമ്മമാരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. ഭർത്താക്കന്മാർക്ക് ജോലിയുണ്ട്, മിക്കവാറും ഭാര്യമാർക്ക് ജോലി ഇല്ല എങ്കിൽ ഒരു പക്ഷേ അവർ ആ വീട്ടിലെ അടിമയെപ്പോലെയോ സ്വന്തമായി കാശ് ഉൽപ്പാദിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ വീട്ടിൽ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് ചെയ്ത് അങ്ങനെ അങ്ങ് പോകേണ്ടി വരുന്ന ചില ജന്മങ്ങളായി, അല്ലെങ്കിൽ അടുക്കളയിലെ ചില ആളുകൾ മാത്രമായി ചുരുങ്ങിപ്പോകുന്ന അവസ്ഥ. എത്രയോ പേരുടെ അവഗണന നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരു പക്ഷേ അമ്മായിയമ്മയുടെ അല്ലെങ്കിൽ അമ്മായി അച്ഛൻ്റെ, ഭർത്താവിൻ്റെ ഒക്കെ ഒരൊറ്റ സർക്കാർ ജോലി മതി മക്കളെ, നിങ്ങളുടെ ആ സ്റ്റാറ്റസ് ഇതാ ഇങ്ങനെ രാജാവിൻ്റെ സ്റ്റാറ്റസ് പോലെ ആയിത്തീരാൻ. ആരെയും ബോധിപ്പിക്കാൻ വേണ്ടിയൊന്നുമല്ല, ആരുടെയും മുന്നിൽ ആളാവുവാനുമല്ല, നമ്മളോട് തന്നെ ബോധിപ്പിക്കാൻ. ആരായിരുന്നു ഞാൻ എന്തിനാണ് ഈ ലോകത്തേക്ക് വന്നത്? ഞാൻ ഈ ലോകത്തിൽ വന്നതിൻ്റെ പർപ്പസ് എന്തായിരുന്നു? 4 പേരെ കൊണ്ട്, ഇവൻ്റെ കുടുംബം ഇവനെ കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്ന് പറയിപ്പിക്കാൻ പറ്റുന്ന ആ ഹീറോയിസം ഇല്ലണം. ആ ഹീറോയിസത്തിലേക്ക് വരാനായിട്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊരു സർക്കാർ ജോലി നിങ്ങൾക്ക് തരുന്ന ആ ഒരു പവറോ വാല്യൂ എന്നതിനേക്കാൾ ഉപരി നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ഈ സമൂഹത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു ബോധിപ്പിക്കേണ്ടാത്ത, കണ്ട് നാട്ടുകാർ മനസ്സിലാക്കുന്ന ആ അവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കാനാണ്. അതിനുവേണ്ടി കേവലം 1 വർഷമാണ് നിങ്ങളോട് ചോദിക്കുന്നത്. കേവലം 1 വർഷം. നിങ്ങളുടെ 23, 25, 30 വർഷത്തിനിടയിലെ ആ 1 വർഷം മക്കളെ, നിങ്ങളൊന്ന് ആത്മാർത്ഥമായി കഷ്ടപ്പെട്ടാൽ ആദ്യം പറഞ്ഞ അവസ്ഥയിൽ നിന്ന് നിങ്ങൾ എത്തിപ്പെടാൻ പോകുന്നത്, നിങ്ങളെത്തി നിൽക്കാൻ പോകുന്നത് വലിയൊരു മാറ്റത്തിലേക്കായിരിക്കും. നിങ്ങളുടെ വാക്കുകൾക്ക് വാല്യൂ തരുന്ന, നിങ്ങളുടെ ചിന്തകൾക്ക് വാല്യൂ തരുന്ന, നിങ്ങളുടെ സംസാരങ്ങൾക്ക് വാല്യൂ തരുന്ന, നിങ്ങളുടെ ചിലപ്പോൾ നിങ്ങളുടെ ഒരു സമീപനത്തിന് പോലും, ഒരു സാമീപ്യത്തിന് പോലും ആ വില തരുന്ന ആ മാറ്റത്തിലേക്ക്.
മക്കളെ, കഷ്ടപ്പെട്ട് ഒരു വർഷം പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിലെ മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ച്, മറ്റെല്ലാ ക്ഷീണവും മാറ്റിവെച്ച്, മറ്റെല്ലാ മടിയും മാറ്റിവെച്ച് ഒരു വർഷം ആത്മാർത്ഥമായി പഠിക്കാൻ തയ്യാറാണെങ്കിൽ വരുന്ന LD ക്ലർക്ക് പരീക്ഷ മക്കളെ നിങ്ങൾക്ക് മാത്രമുള്ളതാണ്. പൊരുതാനായിട്ട് മനസ്സുറച്ച് ഇറങ്ങിത്തിരിഞ്ഞാൽ മക്കളെ, നിങ്ങളെ പിന്തിരിപ്പിക്കാൻ നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും കഴിയില്ലടാ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ എക്സാമുകളിൽ ആദ്യ റാങ്കുകളിൽ വരുന്ന ആരെങ്കിലും റോബോട്ടുകളാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഈ എക്സാമുകൾ ആദ്യ റാങ്കുകൾ 1, 2 ഒക്കെ റാങ്കുകൾ വാങ്ങുന്ന ആളുകൾ അന്യഗ്രഹത്തിൽ നിന്ന് വന്നവരാണെന്ന് തോന്നുന്നുണ്ടോ? ഒന്നുമല്ലടാ. നിന്നെ പോലെ മനുഷ്യരായിട്ടുള്ള ആളുകളാണ്. കൈയും കാലും ഒക്കെയുള്ള, കണ്ണും മൂക്കുമൊക്കെയുള്ള, തലച്ചോറുമൊക്കെയുള്ള, ശരീരവുമൊക്കെയുള്ള അതേ മനുഷ്യർ തന്നെയാണ്. അവർക്ക് പറ്റുമെങ്കിൽ നിനക്കല്ലാണ്ട് പിന്നെ ആർക്കാ പറ്റുന്നേ? അവർക്ക് പറ്റുമെങ്കിൽ നിനക്കല്ലാതെ പിന്നെ ആർക്കാ പറ്റുന്നേ? ഇന്നത്തെ ജീവിതത്തിലെ സകല ബുദ്ധിമുട്ടുകളും അങ്ങോട്ട് മാറ്റിവെച്ചേ, സകല പരാധീനതകളും അങ്ങോട്ട് മാറ്റിവെച്ചേ, സകല പ്രതിസന്ധികളും അങ്ങോട്ട് മാറ്റിവെച്ചേ. എന്നിട്ട് ധൈര്യത്തോടെ കൈ ഇങ്ങനെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് വാ. എന്നിട്ട് ഒരു വർഷം കഷ്ടപ്പെട്ട് പഠിക്കും, മറ്റെല്ലാം മാറ്റിവെച്ചിരുന്ന് പഠിക്കുക. ആ ഒരു വർഷം കൊണ്ട് മാറാൻ പോകുന്നത് നിങ്ങളുടെ മാത്രം ജീവിതമല്ല, നിങ്ങളിലൂടെ നിങ്ങളുടെ ചുറ്റുപാടിൻ്റെ കൂടെ ജീവിതമാണ്. ആ മാറ്റത്തിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങിക്കോടാം. വരാനിരിക്കുന്ന LD ക്ലർക്ക് പരീക്ഷ, അതിനു വേണ്ടിയിട്ട് ഓരോ ദിവസവും എത്രത്തോളം എഫോർട്ട് ഇടാൻ പറ്റുമോ അത്രത്തോളം എഫോർട്ട് ഇട്ടോ. നിങ്ങൾക്ക് വേണ്ടി എന്ത് സഹായവും ചെയ്യാൻ സൂപ്പർ നോട്ട്സ് ഇവിടെ ഉണ്ട്. LDC ഗോൾഡ് ബാച്ച് ഇപ്പോൾ റണ്ണിങ് ആണ്. ഗോൾഡ് ബാച്ചിൽ വൈഷ്ണവ് സാർ, എക്സാം നേടിയ വൈഷ്ണവ് സാറാണ് അവിടെ കൃത്യമായിട്ട് മെന്റർഷിപ്പ് തരുന്നത്. എന്തൊക്കെ പഠിക്കണം, എങ്ങനെ മുന്നോട്ട് പോകണം, ഏത് രീതിയിലാണ് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യേണ്ടത്, ഏതൊക്കെ എക്സാമുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം, ഏതൊക്കെ നോട്ടുകൾ നിങ്ങൾ വായിക്കണം, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഏതൊക്കെയാണ്, ഇതൊക്കെ പറഞ്ഞു തരാൻ സ്റ്റഡി പ്ലാൻ ഉൾപ്പെടെ നിങ്ങൾക്ക് തരാനായിട്ട് വൈഷ്ണവ് സാർ അവിടെ ഉണ്ട്. സാറിൻ്റെ LDC ഗോൾഡ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ടാവും. ജസ്റ്റ് ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്തോടാം. ഇനി അതല്ലെങ്കിൽ 8281223366 എന്ന് പറയുന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി. അതുമല്ല നേരെ സൂപ്പർ നോട്ട്സിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തോ, ബാച്ച് പർച്ചേസ് ചെയ്തോ, പഠിച്ചു തുടങ്ങിക്കോ. എന്നിട്ട് ഒന്നേന്ന് കൗണ്ട് ചെയ്തോ മക്കളെ. ഇന്നു മുതൽ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാണ്. തോൽവിക്ക് വേണ്ടിയിട്ടല്ല, വിജയത്തിന് വേണ്ടിയിട്ട്.